കേരളത്തിലെ ഒരു ഹൈറേഞ്ച് പാതയിലെ പഴയൊരു പെട്രോൾ പമ്പിലായിരുന്നു പ്രസാദിന് ജോലി. അധികം വണ്ടികളൊന്നും വരാത്ത കാടുകളാൽ ചുറ്റപ്പെട്ട ആ പ്രദേശം രാത്രിയായാൽ വല്ലാത്തൊരു മൗനത്തിൽ ആണ്ടുപോകും. ഒരു മഴയുള്ള രാത്രിയിൽ പമ്പിലേക്കൊരു കറുത്ത കാർ വന്നു നിന്നു. ഹെഡ്ലൈറ്റുകൾ അണയാതെ തന്നെ കാറിന്റെ ചില്ല് പതുക്കെ താഴ്ന്നു. അകത്തിരുന്നിരുന്ന ആളുടെ മുഖം വ്യക്തമല്ല. അയാൾ ഒരു വാക്കുപോലും മിണ്ടാതെ ഒരു കുറിപ്പ് നീട്ടി. അതിലെഴുതിയിരുന്നത് ഇതായിരുന്നു: ഇന്ന് രാത്രി നിർത്താതെ പെയ്യുന്ന ഈ മഴയിൽ ഒരാൾ നിന്നെ തേടി വരും. എന്നെപ്പോലെ നീയും അയാളുടെ ഇരയായി മാറരുത്. എത്രയും പെട്ടെന്ന് ഇവിടം വിട്ടു പോകുന്നതാണ് നിനക്ക് നല്ലത്. പ്രസാദ് അമ്പരന്നു നിൽക്കുമ്പോൾ തന്നെ ആ കാർ അതിവേഗം പാഞ്ഞുപോയി. പക്ഷേ അവൻ അയാളുടെ വാക്കുകൾ മുഖവിലക്കെടുത്തില്ല. കനത്ത മഴയ്ക്ക് ശമനമുണ്ടായില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ റോഡരികിൽ ഒരാൾ നിൽക്കുന്നത് പ്രസാദ് കണ്ടു. കറുത്ത വസ്ത്രം ധരിച്ച ഒരു വയോധികൻ. അയാൾ പതിയെ പമ്പിലേക്ക് നടന്നു വന്നു. മോനെ, എനിക്കുടൻ ആശുപത്രിയിലെത്തണം. വണ്ടികളൊന്നും കിട്ടുന്നില്ല. എന്നെ ഒന്ന് സഹായിക്കാമോ? അദ്ദേഹത്തിന്റെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. പ്രസാദ് സംശയത്തോടെ ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഞാൻ കുറച്ച് ദൂരെ നിന്നും വരുന്നതാണ്. അത്യാവശ്യമായി ആശുപത്രിയിലെത്തേണ്ടതുണ്ട്, അയാൾ പറഞ്ഞു. പെട്ടെന്നാണ് പ്രസാദ് ആ കാഴ്ച ശ്രദ്ധിച്ചത്. ആ വയോധികൻ മഴയത്ത് നിന്നും കയറി വന്നതാണെങ്കിലും അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ നനഞ്ഞിരുന്നില്ല. മാത്രമല്ല, തെരുവുവിളക്കിന്റെ വെളിച്ചത്തിൽ അദ്ദേഹത്തിന് നിഴലുമില്ലായിരുന്നു. ഭയന്നു വിറച്ച പ്രസാദ് തന്റെ മുറിയിലേക്ക് ഓടിക്കയറി വാതിലടച്ചു. പെട്ടെന്ന് അയാൾ അപ്രത്യക്ഷനായി. പിറ്റേന്ന് രാവിലെ പോലീസ് വന്നപ്പോഴാണ് പ്രസാദ് ആ നടുക്കുന്ന സത്യം അറിഞ്ഞത്. തലേ ദിവസം രാത്രി ഒരു കറുത്ത കാർ നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞ് ഡ്രൈവർ മരിച്ചിരുന്നു. അപ്പോൾ തനിക്ക് മുന്നറിയിപ്പ് നൽകാൻ വന്നത് മരണപ്പെട്ട ആളുടെ ആത്മാവാണോ അതോ മരിക്കുന്നതിന് മുൻപാണോ അയാൾ വന്നത്? പ്രസാദിന് ഒരു മരവിപ്പ് അനുഭവപ്പെട്ടു. നിങ്ങൾക്കെന്ത് തോന്നുന്നു? മരണപ്പെട്ട ആളുടെ ആത്മാവ് തന്നെയാണോ പ്രസാദിന് മുന്നറിയിപ്പ് നൽകിയത്?